അപ്പോൾ ഔഷധക്കഞ്ഞി ഉണ്ടാക്കാൻ ഞാനിവിടെ ഒരു ചെറിയ കപ്പ് ഞവരരിയാണ് എടുത്തിരിക്കുന്നത്. അത് 5-8 മണിക്കൂർ വെള്ളത്തിലിട്ടിരിക്കുന്നു കേട്ടോ. ഇതിന് നല്ല വേവാണ്. അപ്പോൾ നമ്മൾ ഒരു 8 മണിക്കൂറെങ്കിലും ഒന്ന് വെള്ളത്തിലിട്ടിട്ട് പിന്നെ കുക്കറിൽ 5-8 വിസിലടിക്കണം, എങ്കിലേ ഇത് വേവുള്ളൂ. അപ്പോൾ എത്ര അരി എടുത്തു അതിൻ്റെ ഒരു 4 ഇരട്ടി വെള്ളമെങ്കിലും പാരണം നമ്മളതിൽ. അതിൻ്റെ കൂടെ കുറച്ച് വേരുകൾ ചതച്ചിടുന്നുണ്ട്. അതായത് കുറുന്തോട്ടി, ചെറുള, തുമ്പ, പൂവാങ്കുറുന്തല, ഇതിൻ്റെയൊക്കെ വേര് നന്നായി ഇതിൽ ചതച്ചിടുന്നുണ്ട്. ഇത് ചതച്ചൊന്നു ഇതിലിട്ടിട്ട് 5-8 വിസിലടിക്കണം, അപ്പോഴേ ഇത് വേവുള്ളൂ. അപ്പോൾ ഇത് 5-8 വിസിൽ കഴിഞ്ഞു കേട്ടോ. ഇത് തുറന്ന് നോക്കാം. ഇത് വെന്തിട്ടൊന്നും ഉണ്ടാവില്ല, പകുതി വേവായിട്ടുണ്ടാവും. അപ്പോൾ ഇതിന് നമുക്ക് ഈ വേരൊക്കെ എടുത്ത് മാറ്റാം, വേരുകളൊക്കെ എടുത്ത് മാറ്റാം. ഇനി ഇതിലേക്ക് ഇത് ആശാരിയും പിന്നെ ഉലുവയും ചെറുപയറും ഇതും 5-8 മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. ഇത് ഇതിലേക്ക് ഇടാം. അപ്പോൾ ഞവരരി പകുതി വേവായിട്ടുള്ളൂ, ഇനി ഇത് വേവണം. കുറച്ചുകൂടി വെള്ളം പാർന്നിട്ട് നമുക്ക് ഇനി ഒരു 5-6 വിസിൽ അടിക്കാം. ഇനി ഇതിലേക്ക് അരച്ച് ചേർക്കാൻ ഇത് കീഴാർനെല്ലിയാണ്. കീഴാർനെല്ലി, മുക്കുറ്റി, പിന്നെ തഴുതാമയുടെ ചെടി ഇലയാണ് തഴുതാമ. ഇത് കൊടകൻ മുത്തിൽ എന്നൊക്കെ പറയും. ഇത്ര എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഇനി പലതും ചേർക്കും. ഞാൻ ഈ 4 ഐറ്റംസ് ഇപ്പോൾ ചേർക്കണുള്ളൂ. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കാം. അപ്പോൾ 5-8 വിസിലൊക്കെ കഴിഞ്ഞു കേട്ടോ. നമുക്കിതിനി തുറന്ന് നോക്കാം. ആവിയൊക്കെ പോയി തുറന്ന് നോക്കി. അപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് നന്നായി വെന്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇന്ദുപ്പും ചേർക്കാം, പിന്നെ നമ്മൾ ആ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുള്ള ആ ഇതും ചേർക്കാം. ഇന്ദുപ്പ് ഇതിൽ ചേർക്കണം കേട്ടോ. ഇതിൽ എടുക്കാൻ വിട്ടുപോയതാണ്. സാധാ ഉപ്പിനെക്കാട്ടി നമുക്ക് ഇന്ദുപ്പാണ് നല്ലത്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് നന്നായി തിളയ്ക്കണം, ഒന്ന് വേവണം. ഒന്ന് വെന്ത ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് പിന്നെ എടുത്ത് വെച്ച തേങ്ങാപ്പാലും തേങ്ങാപ്പാൽ ചേർത്തിട്ട് അധികം തിളയ്ക്കരുത്. ഒരു തിള വരുമ്പോൾ നമുക്കത് ഇറക്കി വയ്ക്കണം. കുറച്ചും കൂടി വെള്ളമൊഴിച്ച് നമുക്കത് ആവശ്യത്തിന് കഞ്ഞിയുടെ രൂപത്തിലാക്കാം. എന്നിട്ട് ഒരു തിള വരുമ്പോൾ നമുക്കിത് ഇറക്കി വയ്ക്കാം. ഇനി നമുക്ക് ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലൊരു സ്പൂണ് നെയ്യിടുക. നെയ്യ് ഒഴിച്ചിട്ട് അത് ചൂടാവുമ്പോൾ നമുക്ക് അതിലേക്ക് 1 സ്പൂൺ ജീരകം പൊട്ടി തുടങ്ങിയ നമുക്കതിൽ ചെറിയ ഉള്ളിയാണ് കേട്ടോ, സവാളയല്ല, ചെറിയ ഉള്ളി ചെറുതാക്കി നിർത്തിയതാണ്. അത് ഇട്ടിട്ട് ഇത് മൂപ്പിച്ചിട്ട് നല്ല മൂക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച കഞ്ഞിയിലേക്ക് ഒഴിക്കും. അപ്പോൾ കഞ്ഞിയിലേക്ക് ഒഴിച്ചിട്ട് നമുക്കത് ചൂടെടുക്കണമെന്ന് കഴിക്കാം. അപ്പോൾ കഞ്ഞി റെഡിയായി. ഇത് കർക്കിടക മാസത്തിൽ എല്ലാവരും ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ്, നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പ്ലീസ് സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.